ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ 112-ാം മിനിറ്റ് വരെ മാത്രം ലയണൽ സ്കലോണി എന്ന തന്ത്രജ്ഞനിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ലയണൽ സ്കലോണിയുടെ സൂപ്പർ സബായ ലൗട്ടാരോ മാർട്ടീനസിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ലൗട്ടാരോ മാർട്ടീനസ് തന്നെ അരങ്ങിലേക്ക് എത്തി. ലൗട്ടാരോ മാർട്ടീനസ് ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. അർജന്റീനൻ ആരാധകരുടെ അർമാദം തന്നെയാണ് മലപ്പുറത്ത് കാണാൻ സാധിക്കുന്നത്. വളരെയധികം സന്തോഷം. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം അർജന്റീന നല്ല ഫോമിലാണ്, അത് വീണ്ടും തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം സന്തോഷം. ലയണൽ മെസ്സി എന്നൊരു താരം പരിക്കേറ്റ് 66-ാം മിനിറ്റിൽ കയറിയിട്ടും ഇങ്ങനെ ഒരു വിജയം ഞങ്ങൾ മെസ്സിക്ക് വേണ്ടി ഞങ്ങൾ ടീമംഗങ്ങൾ സമർപ്പിക്കുന്ന ഭയങ്കര ഹാപ്പിയാണ്. 28 മത്സരങ്ങളോളം പരാജയം അറിയാതെ എത്തിയ കൊളംബിയയ്ക്ക് അർജന്റീനയ്ക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നു. കൊളംബിയയുടെ നിയോഗം അതായിരുന്നു. ഞങ്ങൾ അർജന്റീന മികച്ച പ്രതിരോധമാണ്. ഞങ്ങൾ ഫോർവേഡുകൾ തിളങ്ങിയില്ലെങ്കിലും പ്രതിരോധം ഞങ്ങൾ കാക്കും. അത് കാത്തത് കൊണ്ടാണ് ഇന്നത്തെ ജയമുള്ളത്. മെസ്സിയുടെ ആ കണ്ണീര് കണ്ടിരുന്നു. അതാണ് ആ രാജ്യത്തെ ഫുട്ബോൾ ആരാധകരുടെ ഒക്കെ വികാരം. ആ ഫുട്ബോളിനെ അത്രമേൽ നെഞ്ചിലേറ്റിയ ജനതയാണ്. അതേ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് അർജന്റീനയെ സ്നേഹിക്കാൻ പറ്റും, കൊളംബിയയെ സ്നേഹിക്കാൻ പറ്റും. മലപ്പുറത്ത് നിന്ന് എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. കൊളംബിയയുടെ പോരാട്ട വീര്യത്തിനും 100 മാർക്കുണ്ട്. അതിനെയും മറികടന്നുകൊണ്ട് അർജന്റീന തുടർച്ചയായ 2ാം കോപ്പ കിരീടം സ്വന്തമാക്കി ലോക ഫുട്ബോളിന്റെ സമഗ്രാധിപത്യത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുന്നു.